വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്കും ഇവിടെ സുഖം. ഇന്ന് വാഷ് ബേസിൻ ഏരിയ ഒന്ന് ഇപ്പോൾ കണ്ടല്ലോ പിക്ക്, അതുപോലെ എങ്ങനെ ആക്കി നമ്മളെ കൊണ്ട് ചെറിയ പൈസയിൽ എങ്ങനെ ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു വീഡിയോ ആണ്. അപ്പം ഞാനിന്ന് വീഡിയോയിൽ അൺബോക്സിങ് പിന്നെ കുറച്ച് വാഷ് ബേസിൻ ഏരിയ ഒന്ന് നീറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് ഞാൻ ഇത് മീഷോയിൽ ഈ മിറർ ഒന്ന് ഓർഡർ ആക്കി എടുത്ത്. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഐഫോൺ അല്ലേ, അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു ഐഫോൺ നമ്മൾ മേടിച്ചിട്ട് നമ്മളൊന്ന് ഐഫോണായ പോലത്തെ ഒരു ഗ്ലാസ് മേടിച്ച് നമ്മളെ സിങ്ക് ഏരിയയിൽ വെക്കാമെന്ന് വിചാരിച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ഗ്ലാസ് ആയിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ നല്ല കാണാൻ നല്ല തിക്നെസ് ഉണ്ട്, നല്ല ഡബിൾ പ്ലാസ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ മേലുള്ള ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റി ഒന്ന് നമുക്ക് നീറ്റാക്കി എടുക്കാം. ഈ സ്റ്റിക്കർ നമ്മൾ മീഷോയിൽ നിന്ന് എടുത്തിട്ടില്ല, ഇത് നമ്മൾ പോയി തന്നെ ഷോപ്പിംഗ് ചെയ്തതാണിത്. അപ്പോൾ നമ്മൾ ഇത് നമ്മളെ സിങ്ക് ഏരിയയിൽ നിന്ന് ഈ മിററിന് കുറച്ച് താഴെ നമുക്ക് അത് സ്റ്റിക്ക് ചെയ്യാനുള്ളത് കൊണ്ട് കുറച്ചൊരു 4 ഇഞ്ച് കട്ടാക്കേണ്ടി വന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മാർക്കിംഗ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാർക്കിങ്ങിന് കറക്റ്റായിട്ട് 4.5 ഇഞ്ചിക്ക് മാർക്കാക്കേണ്ടിയായിരുന്നു. പിന്നെ ഞാൻ 4ക്ക് മാർക്കാക്കി, പിന്നെ 1/2 ഇഞ്ചിക്ക് മാർക്കാക്കിയിട്ട് കട്ടാക്കി. കുറച്ച് വലുതേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. എപ്പോഴും നമ്മൾ കട്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരു മാർക്കാക്കിയിട്ട് അങ്ങനെ കറക്റ്റായ ഒരളവിൽ എപ്പോഴും കട്ടാക്കാൻ പാടില്ല. കുറച്ച് അധികം തന്നെ എടുത്ത് കട്ടാക്കിയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, കുറവാക്കാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ എന്താക്കും, കറക്റ്റ് അളവെടുത്ത് ആ കറക്റ്റ് കട്ടാക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഒരു കുറച്ചൊക്കെ അധികം വേണ്ടി വന്നാൽ കുറച്ച് കട്ടാക്കാൻ, അതായത് കുറച്ച് അധികം കട്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ കട്ടാക്കി എന്നിട്ട് നമ്മൾ ആ സ്റ്റിക്കർ ഒന്ന് എടുക്കുക. ഇപ്പം നമ്മളെടുത്ത സ്റ്റിക്കർ ഉണ്ടല്ലേ, അത് നമുക്ക് ഈ വാഷ് ബേസിൻ ഏരിയയിൽ സ്റ്റിക്കാക്കി കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റിക്കർ സ്റ്റിക്കാക്കി കഴിഞ്ഞ്, അപ്പോൾ എന്നൊരു സ്റ്റിക്കർ സെയിം ഡിസൈനിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരോ മാർക്കാക്കി കൊടുക്കുക. ഈ സ്റ്റിക്കറിൻ്റെ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റിക്കാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതും ഇനിയൊരു ഭാഗത്ത് സ്റ്റിക്കാക്കി കൊടുക്കാം, ഈ സൈഡിൽ. അപ്പോൾ ഈ കളർ ഇഷ്ടപ്പെട്ടോ, ഈ കളർ എങ്ങനെയുണ്ട്, ഇതൊരു ടൈൽസിൻ്റെ മാതിരി ഉണ്ട്, കാണാനൊരു ടൈൽസിൻ്റെ ഒരു ലുക്ക്, നല്ല ഷൈനിങ് ലൈറ്റ്. എങ്ങനെയുണ്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ ഒരു കോർണറിൽ കുറച്ച് കാണുന്ന മാതിരി ഒരു ഷേപ്പ് കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, ഒന്ന് ഫില്ലായിട്ടില്ല. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്ത് അതൊന്ന് ഫില്ലാക്കി കൊടുത്ത്, ഒരു കോർണറിലേക്ക് കറക്റ്റായിട്ട് പോയിട്ട് ഇരിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഫില്ലിങ് കൊടുത്ത്. അപ്പോൾ ഇത് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയുക, ഇഷ്ടപ്പെട്ടോ എന്ന്. അൽഹംദുലില്ലാ നമുക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.